ഹലോ ഫ്രണ്ട്സ്, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വെണ്ടക്കയും തക്കാളിയൊക്കെ ഇട്ട് നല്ലൊരു വരട്ട് പോലത്തെ കറി ഉണ്ടാക്കുന്ന കേട്ടോ. അപ്പം നല്ല രസമാണ്, ചോറിനൊക്കെ കൂട്ടാൻ നല്ല രസമാണ് കേട്ടോ. പിന്നെ മീനൊന്നും ഇല്ലെങ്കിലൊക്കെ നല്ലൊരു എന്താ പറയുക, നല്ല കറിയാണ്. നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. വീട്ടിലേക്ക് പോകാനായിട്ട് ഞാൻ വെണ്ടക ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ തക്കാളി, ഒരു സവാള, അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി, പിന്നെ അതിനകത്തേക്ക് ആവശ്യമുള്ള മസാല ഞാൻ എടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി 1 സ്പൂണ്, മുളക് പൊടി 1.5 സ്പൂൺ, അതേപോലെ മഞ്ഞൾപ്പൊടി കേട്ടോ. അപ്പോൾ അതിനായിട്ടൊരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ട് ചൂടായതിനു ശേഷം അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ, പിന്നെ കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. അത് നന്നായിട്ട് പൊട്ടിയതിനു ശേഷം നമുക്ക് അരിഞ്ഞു വെച്ച ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുക്കാം. അതുപോലെ കടുക് പൊട്ടിയതിനു ശേഷം അതിലേക്ക് കറിവേപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്കി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. പിന്നെ അതൊക്കെ ഒന്ന് ആയതിനു ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവോളയില്ലേ, അതിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് അരിഞ്ഞു വെച്ച വെണ്ടക്ക ഇട്ടിട്ട് നന്നായിട്ട് ഒരു 5 മിനിറ്റ് വെണ്ടക്ക മാത്രം ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ കൊഴുപ്പൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് തക്കാളി മസാലയൊക്കെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ ഇല്ലെങ്കിൽ അല്ലാതെ ചെയ്യുകയാണെങ്കിൽ ആദ്യം ഒന്ന് വേറെ ചട്ടി വെച്ചിട്ട് വെണ്ടക്ക ഒന്ന് കുറച്ച് എണ്ണ വെച്ചിട്ട് വറുത്തെടുക്കുക. എന്നിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്താലും മതി. അതിനെക്കാട്ടും നമുക്ക് നല്ലത് ഇങ്ങനെയായിരിക്കും നല്ലത് കേട്ടോ. ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് പിന്നെ ഒരു 2 മിനിറ്റോളം നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം മസാലപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. അതിലേക്ക് മസാലയൊക്കെ ഇട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ആ മസാലേൻ്റെ മണം പോകുന്നവരൊന്ന് പച്ചമണം പോകുന്നവരൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് പിന്നെ ആവശ്യത്തിനുള്ള പുളി ഒഴിക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. അധികം വറ്റണ്ട. അധികം വറ്റിച്ച് വെക്കുകയാണെങ്കിൽ വെക്കുക. അല്ലെങ്കിൽ ഞാൻ ചെറിയൊരു വെള്ളത്തോടെ കൂടി വെച്ചേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഇടാൻ മറന്നു പോയിരുന്നു. വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി വന്നിട്ട് പിന്നെ ഒരു സ്പൂണിന് വെളിച്ചെണ്ണ ഒഴിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പം എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത കാണലൊന്ന് ചെയ്തിട്ട് കാണാം കേട്ടോ. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ.